എങ്ങനെയാണ് സത്യത്തിൽ നിഷ സാരംഗ് എന്ന് പറയുന്ന അമ്മ? അതിലിപ്പോലെ പേടിപ്പിക്കണ ആളൊന്നുമല്ല, ശരിക്കും അമ്മേനെ ഞങ്ങളാണ് പേടിപ്പിക്കുന്നത്. ആണോ ചേച്ചി? പഞ്ചപുച്ച മടക്കി നിൽക്കാണ്. ആരെങ്കിലും ഒരാൾ കൂടെ ലൈഫിലേക്ക് വേണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അമ്മനെ സ്നേഹിക്കുന്ന, അമ്മേനെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അമ്മയുടെ പണത്തിനെ സ്നേഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫെയിമിനെ സ്നേഹിച്ചുകൊണ്ടോ വന്ന ആളല്ല. അതല്ലാണ്ട് അങ്ങനെ ഒരു റിയൽ ആയിട്ട് ഒരാൾ വന്ന് അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മളെ കേൾക്കാനും നമുക്ക് പറയാനും ഒരാൾ വേണം നമുക്ക് തോന്നിത്തോളും. എൻ്റെ ഇടവേളകളിൽ എനിക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് എപ്പോഴും നല്ലൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആവശ്യമാണ്. വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ നമുക്ക് അത് ശരിയാ, നമ്മുടെ മൈൻഡ് മാറിപ്പോകും. എൻ്റെ 50 കഴിഞ്ഞാൽ ഞാൻ എന്നെ ശ്രദ്ധിച്ചോളാം, ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചോളാം, എനിക്ക് എന്തൊക്കെ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നോ അതൊക്കെ ഞാൻ ചെയ്തോളാം. 50 വരെ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു, 50 തൊട്ട് എനിക്കുള്ള ലൈഫാണ്. അമ്മയുടെ ഇപ്പോൾ ഷൂട്ടിൽ എപ്പോഴും ഞാൻ പോകുമായിരുന്നല്ലോ. അപ്പോൾ പോകുമ്പോൾ AC-യിൽ പോകുന്നത് പകരം അമ്മ ലേഡീസ് കമ്പാർട്ട്മെന്റ് എടുക്കും, എന്നിട്ട് തലയിലൊക്കെ കെട്ടും. ന്യൂസ് പേപ്പറൊക്കെ കഴുതിയിട്ടുണ്ടാവും, അതൊക്കെ വിരിച്ച് ഭയങ്കര സേഫായിട്ട് അവിടെ എങ്കിലൊക്കെ ഇരിക്കാൻ നിലത്ത് കിടന്നു. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പോയി ഇവര് കൈ നീട്ടുന്ന ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവരെന്നെ ചോദിക്കില്ല, ഇത്ര കാലം നിങ്ങളെ അമ്മ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കി വെച്ചില്ലേ? അതെന്നെയാണ് ബാധിക, എന്റെ ഡിഗ്നിറ്റിയാണ് അല്ലേ. വളരെ പെട്ടെന്ന് പ്രേമിച്ച കല്യാണം കഴിച്ചോ? M.Com കഴിഞ്ഞതിന് ശേഷം. അതെന്താന്ന് ഞാൻ അറിഞ്ഞു, M.Com കഴിഞ്ഞാലേ കെട്ടിച്ചേരുള്ളൂ എന്ന് പറഞ്ഞതിന്റെ ഒക്കെ പറഞ്ഞു. എങ്ങനെയായിരുന്നു ചേച്ചി മോൾ ആദ്യമായിട്ട് അമ്മേനോട് വന്ന് മോക്കൊരാളെ ഇഷ്ടമുണ്ടെന്ന് പറയുന്നത്? ചിഞ്ചു അല്ല പറഞ്ഞത്, അത് വന്ന് പറഞ്ഞത് എന്റെ അടുത്ത്. ഒരാള് കയറി വരുന്നുണ്ടോ? ഈ ആളെ ഏറ്റവും കൂടുതൽ വഷളാക്കുന്നത് അമ്മയാണോ അമ്മൂമ്മയാണോ? India's #1 language academy, Needus Academy. Result ഉള്ളിടത്ത് പഠിക്കാം. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ഞാനിന്ന് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? നിഷ സാരംഗ് ചേച്ചിയുടെ വീടിൻ്റെ മുന്നിലാണ്. എൻ്റെ പുറകിൽ കാണുന്ന ആളില്ലേ, ചേച്ചിയുടെ കൊച്ചുമോനാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ എല്ലാവരെയും കാണാൻ പോവാണെന്ന്. ചേച്ചിയുടെ മോളുണ്ട് ഇവിടെ, കൊച്ചുമോനുണ്ട് ഇവിടെ, ഫുൾ വീടും ഉണ്ട്, വിശേഷങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ? ബാ. അപ്പൊ റിച്ചുവിന്റെ സൈക്കിളിന്റെ പകുതി എവിടെ ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോട്ടെ കേട്ടോ. നമുക്ക് വീടിനകത്ത് കാണാം. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ നമ്മൾ ഇന്ന് നിഷ സാരംഗ് ചേച്ചിയുടെ വീട്ടിലാണുള്ളത്. അതിനേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ നിഷ ചേച്ചി മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ളത്, ചേച്ചിയുടെ മൂത്ത മോള് രേവതി ഉണ്ട്. വെൽക്കം ടു ദ ഷോ ബോത്ത് ഓഫ് യു. താങ്ക് യു. അതെ, രേവതിനെ അങ്ങനെ ഇന്റർവ്യൂസിലൊന്നും കണ്ടിട്ടില്ല, പക്ഷെ സ്വന്തമായിട്ടൊരു ചാനൽ ഉണ്ടെന്നുള്ളത് ഞാൻ വളരെ വൈകിയാണ് മനസ്സിലാക്കുന്നത്. എവിടെയായിരുന്നു ഇത്രയും കാലം? ഒളിച്ചിരിക്കുന്നത്. അതെ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര പേടിയാണ്. ക്യാമറ കണ്ടാ പേടിയാണ്, അല്ലാണ്ട് പേടിയൊന്നുമില്ല കേട്ടോ. പക്ഷെ ആ ക്യാമറ കണ്ടാ പേടിയുള്ള ആൾ എങ്ങനെയാ ചേച്ചി സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നേ? അതങ്ങനെ ഒരു ധൈര്യത്തിന് ഇറങ്ങിയാന്നുള്ളൂ. ഞാൻ ഒരു ദിവസം വരുമ്പോ ഞാൻ വന്നിരിക്കുമ്പോ അവിടെ ഇരുന്ന് ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോഴാണ് ഞാൻ അറിയാം ഇവിടെ സംഭവം അറിയാതെ ഞാൻ എന്തൊക്കെയോ പറയുകയും ചെയ്തിട്ടുണ്ട് ആ ഫസ്റ്റ് ഇന്റർവ്യൂ. അതെ അതെ, ഞാൻ ആ വീഡിയോ കണ്ടു. ആക്ച്വലി സാധാരണ എപ്പോഴും നിഷ ചേച്ചിയുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഉപ്പും മുളകും എങ്ങനെ പോകുന്നു, അവിടെയുള്ള മുടിയന്റെ വിശേഷം എന്ത്, ചേച്ചിയുടെ മക്കളുടെ വിശേഷം ഉണ്ട്, ഇങ്ങനെയൊക്കെ. പക്ഷെ എനിക്കിന്ന് അതൊന്നും ചോദിക്കണ്ട, എനിക്കിന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരാളെ ഇരിപ്പുണ്ട്. ഓക്കെ, അവരോടൊക്കെ നമ്മൾ നിഷ ചേച്ചി എന്ന് പറയുന്ന അമ്മ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഇനി ഞാൻ രേവുവിനോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് സത്യത്തിൽ നിഷ സാരംഗ് എന്ന് പറയുന്ന അമ്മ? അതിലിപ്പോലെ പേടിപ്പിക്കണ ആളൊന്നുമല്ല, ഇല്ല ഫ്രണ്ട്ലിയാണ്. എനിക്ക് ശരിക്കും അമ്മേനെ ഞങ്ങളാണ് പേടിപ്പിക്കുന്നത്. ആണോ ചേച്ചി? പഞ്ചപുച്ച മടക്കി നിൽക്കാണ്. ആണ്. അങ്ങനെ സാധാരണ അമ്മമാര് പഠിക്കുന്നൊക്കെ പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, എനിക്ക് കുഴപ്പമില്ല, എന്റെ ജോലി ഞാൻ ചെയ്യണുണ്ട്, നിങ്ങൾ പഠിക്കുക, എന്റെ വിളിച്ചെണ്ണീപ്പിക്കുക, അങ്ങനെയൊന്നുമില്ല. ശരി. അതിൽ ലക്ഷ്യയിലേക്ക് ഇങ്ങനെ ഉറക്കത്തിന് വിളിച്ചു എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയൊന്നും അങ്ങനെയുള്ള ഒരു കാര്യമല്ലല്ലേ. സത്യത്തിൽ ഭയങ്കര ചിൽ അമ്മയാണല്ലേ. അതെ, ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരുടെ അടുത്തൊന്നല്ല, എപ്പോഴും ഇങ്ങനെ
കൂളായിട്ട് പോകാൻ എനിക്ക് ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കാനോ അല്ല ഒച്ചെടുക്കാനോ അങ്ങനെ ഒന്നിനും താല്പര്യമില്ല. എപ്പോഴും ഇങ്ങനെ ശാന്തമായിട്ട് പോകും. ഈ ഉപ്പും മുളക് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്കൊരു സത്യം പറയാനുണ്ട്. സത്യത്തിൽ നിഷ ചേച്ചിക്ക് 2 പെൺമക്കളാണുള്ളത്. ആ കാണുന്ന മക്കളൊന്നും അല്ല, യഥാർത്ഥത്തിൽ 2 പെൺമക്കൾ, രേവതിയും രവിതയും. ചിഞ്ചു എന്നും ചിന്നു എന്നും നമ്മൾ വിളിക്കും അല്ലേ? ഈ ചിന്നുകുട്ടി എവിടെ പോയി? ചിന്നു ഇപ്പൊ ലേഡീസ് റൂം എന്ന് പറഞ്ഞൊരു സിറ്റ്കോം നമ്മളെ രാജേഷിന്റെ അതില് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇപ്പൊ ഇന്നിപ്പോ അങ്ങോട്ട് ഞാൻ ട്രെയിനിങ് വിട്ടിട്ട് വരുന്നതാണ്. ആക്ച്വലി ഈ അമ്മ ഇങ്ങനെ ഫുൾ ടൈം സീരിയലും സിനിമയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? വിടൂല. അല്ല, ഞാൻ പഠിക്കണ സമയത്തൊക്കെ ഇങ്ങനെ പറയുമ്പോ ഞാൻ പറയും പഠിക്ക്, അത് ആദ്യം നടക്കട്ടെ. ഇത് മുറിഞ്ഞു പോയാൽ പിന്നെ രണ്ടും ഇല്ലാണ്ടാവും. വളരെ പെട്ടെന്ന് പ്രേമിച്ചങ്ങ് കല്യാണം കഴിച്ചോ? ഇല്ല, ഡിഗ്രി M.Com കഴിഞ്ഞതിന് ശേഷം. അതെന്താന്ന് ഞാൻ അറിഞ്ഞു. M.Com കഴിഞ്ഞാലേ കെട്ടിച്ചേരുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പുറത്തൊക്കെ പറഞ്ഞു ഒക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്ന് അറിഞ്ഞു. അപ്പൊ ഗൈസ്, ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, വോക്ക് വിത്ത് രേവതി എന്നുള്ളൊരു പുതിയ യൂട്യൂബ് ചാനൽ കൂടെ ഉണ്ട്. നല്ല പബ്ലിസിറ്റി. ചിഞ്ചുവിന് ബുദ്ധിമുട്ടൊന്നും വേണ്ടല്ലോ, കാരണം യൂട്യൂബിൽ നന്നായിട്ട് ഓടുന്ന ഒരു കണ്ടന്റ് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. എല്ലാരും അമ്മേനെ കിട്ടില്ലല്ലോ, എല്ലാരും ചോദിക്കുന്ന അമ്മേനെ എന്നെ വേണ്ട. അതെല്ലേ? അല്ല, എന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് ഇപ്പൊ 7 days, വീക്കിലി 6 days ആയിരുന്നല്ലോ, ഇപ്പൊ 7 days ആക്കി. വീട്ടിലില്ല, രാവിലെ പോയ രാത്രിയുടെ തന്നെ. ഇപ്പൊ വേറെ നമുക്ക് നമ്മളതായ ആരോഗ്യമൊക്കെ നോക്കി തുടങ്ങണല്ലോ, ഒന്നും കൂടെ ലേറ്റ് ആയി തുടങ്ങി. അത് സത്യമാണ്. പക്ഷെ ചേച്ചി, ഞാൻ ആ ചാനലിലൂടെ അറിഞ്ഞൊരു സത്യമാണ്, ഇവള് പ്രേമിച്ച് കല്യാണം കഴിക്കൂല എന്നായിരുന്നു ചേച്ചി വിചാരിച്ചിരുന്നത്. ആണ്, അതെങ്ങനെയായിരുന്നു ചേച്ചി? എന്ത് ഈ പ്രേമകഥ അറിഞ്ഞ ആ ഒരു കഥ ഒന്ന് വിശദീകരിക്കാമോ? ഇല്ല, അത് അവള് പറഞ്ഞാണ്. മറച്ചു നോക്കിയൊന്നുമില്ല. അതുണ്ട് കേട്ടോ, അത് ചിഞ്ചുവിന് ഒട്ടും ഇല്ലാത്തൊരു സംഭവമാണ്, ഒന്നും മറച്ചു നോക്കൂല. എങ്ങനെയായിരുന്നു ചേച്ചി മോൾ ആദ്യമായിട്ട് അമ്മേനോട് വന്ന് മോക്കൊരാളെ ഇഷ്ടമുണ്ടെന്ന് പറയുന്നത്? ചിഞ്ചു അല്ല പറഞ്ഞത്, റോണിയ വന്ന് പറഞ്ഞത് എന്റെ അടുത്ത്. ആക്ച്വലി റോണിയാണ് പറയണത് വന്നിട്ട്, കല്യാണം കഴിപ്പിച്ചു തരണം, ഇങ്ങനെ എനിക്ക് ഇഷ്ടമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, അവള് പഠിക്കാണല്ലോ, പഠിക്കട്ടെ, പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ഇഷ്ടം അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നടത്തിത്തരാം. ആദ്യം പാരന്റ്സ് ഒന്ന് ചോദിക്കട്ടെ, എന്നിട്ട് അവർക്കും കൂടി ഇഷ്ടമാണെങ്കിൽ നടത്തിത്തരാം, അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വന്നിട്ട് ആദ്യം ചിഞ്ചുവിനോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് എല്ലാവർക്കും ഈ ഉപ്പും മുളകും അമ്മയായിട്ടാണല്ലോ അറിയുന്നത്. ഇവർക്ക് എപ്പോഴെങ്കിലും അവർക്ക് ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ, ഈ അമ്മയ്ക്ക് അവരോടാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്? എന്തായിരിക്കും ഇവർ പറയാൻ സാധ്യതയുള്ള ഒരു ഉത്തരം എന്ന് ചേച്ചിക്ക് അറിയോ? ഇവരോട് തന്നെയാണെന്ന് അവർക്കറിയാം അല്ലേ? പക്ഷേ അതല്ല എന്നോട് പറഞ്ഞത്. ഇത് സത്യത്തിൽ ചിന്നുവിനോടാണ് ചോദിക്കേണ്ടത്, കാരണം അവളാണ് ഇവിടെ എന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അമ്മയ്ക്ക് അവരോടാണ് ഇഷ്ടം കൂടുതലെന്ന്. അതെന്തെന്നറിയാമോ, ഈ പാറുവിനെ എനിക്കറിയാലോ, പാറുവിനോട് ഭയങ്കര ഒരു വല്ലാത്ത ഇഷ്ടം തന്നെയാണ്. പിന്നെ ആ ഒരു ഏജ് അല്ലല്ലോ ഇവര്, അതിന്റെ ഒരു വ്യത്യാസം എന്തായാലും. ഇവരെ ഇപ്പൊ മടിക്കെടുത്തി കൊഞ്ചിക്കാനോ തോളത്തിട്ട് തട്ടാനോ പറ്റില്ല. വേണമെങ്കിൽ ഞാൻ വരാം, എനിക്ക് വയ്യ ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇഷ്ടമുണ്ട് നമുക്ക്. ആ ഒരു പ്രായത്തിൽ കാണിക്കുന്ന ഇഷ്ടം ഇവരോട് കാണിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ. അപ്പൊ ആ ഒരു ഏജ് കഴിയുമ്പോൾ ഇപ്പൊ ഇവർക്ക് കൊടുക്കേണ്ട സ്നേഹം കൊണ്ട് റിച്ചുവിന് കൊടുക്കുന്നുണ്ട്. അതിന് പരാതി പറഞ്ഞ ഏറ്റവും കൂടുതൽ ചിന്നുവാണ്. അവനെ കൊഞ്ചിക്കാൻ സമയമുണ്ട്, എന്നെ കൊഞ്ചിക്കാൻ സമയം. അത് അവൾ ഇങ്ങനെ പറയണേ, എന്താണ്, ചിഞ്ചു കൊച്ചിനെ നോക്കണ പോലെ അമ്മക്കെ നോക്കിക്കൂടെ, ലാലേട്ടൻ പറയില്ലേ ഇപ്പൊ പറയണ ചിഞ്ചു കൊച്ചിനൊക്കെ. അവളുടെ ഏജിന്റെ വ്യത്യാസമുണ്ട്. അവളിപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിക്കണം. അവളുടെ നല്ല മനസ്സിന്റെയാണ്, ആ ഒരു കുഞ്ഞു മനസ്സിന്റെയാണ്. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അമ്മയെ കാണാൻ കിട്ടുന്നുണ്ടോ സത്യത്തില്? ഇല്ല അല്ലേ? ഇന്നാണ് അമ്മയെ കാണുന്നല്ലേ? ഫോൺ വിളിച്ചുള്ള സംസാരങ്ങൾ മാത്രമേ ഉള്ളല്ലേ? ഇതിന് പരാതി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്മ ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുത്ത്? പരാതിയൊന്നുമില്ല. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല അല്ലേ? പക്ഷെ ചേച്ചിയുടെ മകൾക്ക് ചേച്ചിയെ കുറിച്ച് എത്ര പ്രൗഡാന്ന് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും ചേച്ചി അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഇതൊക്കെ ചേച്ചി തന്നെയാണോ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? ഞാനായിരുന്നു നേരത്തെ ഷൂട്ടിൽ എപ്പോഴും കൂടെ പോകുന്നത്. ആണോ? ഞാൻ കണ്ടിട്ടുണ്ട്. ആണോ? എന്താ അങ്ങനെ ഭയങ്കര മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യം എന്താ? നമ്മുടെ ഇപ്പൊ ഷൂട്ടിൽ എപ്പോഴും ഞാൻ പോവായിരുന്നല്ലോ. അപ്പൊ പോകുമ്പോ AC പോകുന്നത് പകരം അമ്മ ലേഡീസ് കമ്പാർട്ട്മെന്റ് എടുക്കും, എന്നിട്ട് ആ കാശെടുത്ത് പിശിക്ക് വെക്കും, എന്നിട്ട് തലയിലൊക്കെ കെട്ടും, തോർത്ത് വെച്ച് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിട്ട് കെട്ടിയിട്ട് ന്യൂസ് പേപ്പറൊക്കെ കഴുതിയിട്ടുണ്ടാവും, അതൊക്കെ വിരിച്ച് നിലത്ത് കിടക്കും. എന്നെ സേഫ് ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ ഇരുത്തും, ഏതെങ്കിലും ചേച്ചിമാരുടെ നടത്തി എടുത്തു നമ്മൾ നിലത്ത് കിടന്നു പറയും. അപ്പൊ അമ്മേനോട് ചോദിച്ചിട്ടുണ്ടോ അതെന്താ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ വലുതായ സമയത്തൊക്കെ ഞാൻ അങ്ങോട്ട് പറയും,
അപ്പൊ പറയുന്നത് നാറ്റിക്കരുത്. പൊതുവെ തന്നെ ഇവിടെ എന്റെ ഫാമിലിയിൽ കംപ്ലീറ്റ് ആൾക്കാർ ഓവർ പിശുക്കെന്നാ പറയണത്. പിശിക്കല അതിന് മേലെ നമ്മ പിശിക്കല്. അത് അങ്ങനെയൊക്കെ പിശുക്കിയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത്രയും വർഷത്തിനുള്ളിൽ ഉപ്പുമുളക് തുടങ്ങുന്ന മുമ്പ് എന്റെ വീടിന്റെ പണിയും തീർന്ന് ലോണും ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഉപ്പുമുളകിന്റെ ഷൂട്ട് തുടങ്ങണം. ആണോ? ഒരു കടവും ഇല്ലാതെ സേഫ് ആയിട്ട് നിൽക്കുന്ന ടൈമിലാണ് ഉപ്പുമുളകിന് ഷൂട്ട് തുടങ്ങണം. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയത് അത്രയും പിശുക്കൊണ്ടാണ്. പിന്നെ നമ്മ കടം വരുത്തി വെക്കില്ല. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ തലയിൽ വരുമല്ലോ എന്നുള്ളൊരു പേടിയുണ്ട്. എല്ലാം മുൻകൂട്ടി എല്ലാം കരുതി വെക്കുമെന്ന്. ശരി. അല്ല, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ട് വരരുതല്ലോ. വല്ലാത്ത ദീർഘവീക്ഷണമുള്ള അമ്മയാണല്ലേ. അങ്ങനെ നമ്മള് ദീർഘവീക്ഷണം വേണം. ജീവിക്കുമ്പോൾ നമുക്ക് ദീർഘവീക്ഷണം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പോയി ഇവര് കൈ നീട്ടുന്ന ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവരെന്നെ ചോദിക്കില്ല, ഇത്ര കാലം നിങ്ങളെ അമ്മ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കി വെച്ചില്ലേ, കടം മാത്രമാണോ മിച്ചമാക്കി വെച്ചതെന്ന് ചോദിച്ചാൽ അതെന്നെയാണ് ബാധിക. എന്റെ ഡിഗ്നിറ്റിയാണ് അല്ലേ? അത് സത്യമാണ്. അതൊരിക്കലും ഉണ്ടാവില്ല. ചേച്ചി ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലേക്ക് വന്നതുകൊണ്ടാണോ ചേച്ചിക്ക് ഇന്ന് കാണുന്ന പോലെ ഇപ്പോൾ ഉപ്പുമുളകിന് മുൻപ് ഇത്രയും നല്ലൊരു വീട് സ്വന്തമാക്കാൻ പറ്റുന്നു, ചേച്ചി ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലത്ത്, ഇതൊക്കെ സാധിച്ചത് ഇതിൽ വന്നതുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. അല്ലാണ്ട് വേറെ ഒരു ജോലിക്ക് ഇത്രയും പൈസ കിട്ടില്ലല്ലോ എന്തായാലും, അല്ലേ? കിട്ടില്ല. എന്തോ എങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് അഭിനയിക്കാനായിട്ടൊക്കെ. ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ അഭിനയിക്കണമെന്നോ അഭിനയിക്കാൻ ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, പ്രാർത്ഥനയുടെ ഗുണം കൊണ്ട്, അപ്പൊ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് അങ്ങനെ. ആക്ച്വലി എപ്പോഴെങ്കിലും ഒക്കെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ചിഞ്ചു ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആണ്. അപ്പൊ അമ്മേനോട് പറയുമ്പോ അമ്മ എന്താ പറയാറുള്ളത്? വേണ്ട, പഠിച്ച് ജോലി ചെയ്ത് അങ്ങനെയാണ് അമ്മയുടെ ആഗ്രഹം. ഞാൻ ഒരു ബിസിനസ് ചെയ്യണ പോലും എനിക്ക് ഇഷ്ടമല്ല. ചേച്ചി എന്നിട്ട് ഞാൻ വന്നപ്പോ തന്നെ ചോദിച്ചു, ചിഞ്ചു എന്താ ചെയ്യണേ? മോനെ നോക്കലാണ് പ്രധാന പണിയെന്ന് പറഞ്ഞു. അത് ശരി, അവർക്ക് ആഗ്രഹമുണ്ട്, ചേച്ചി സമ്മതിക്കാതെ. ഇപ്പൊ ഞാനൊന്നും ഇടപെടാറില്ല. ഇപ്പൊ ഇവള് മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇവളുടെ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല. പറയണത് എന്തെങ്കിലും ജോലി മേടിക്കണമെന്നേ പറയാറുള്ളൂ. പിന്നെ ബിസിനസിന്റെ കാര്യം ഞാൻ പറയത്തേ, ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് ആണ്. ഒരു ബിസിനസ് തുടങ്ങാന്ന് വെച്ചാൽ നമുക്ക് 2 മണിക്കൂറോ 3 മണിക്കൂറോ 4 മണിക്കൂറോ ഒന്നുമല്ല, 24 hours. കറക്റ്റ് ആണ്. അപ്പൊ 24 hours ഇവര് നിക്കില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യം. എന്റെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണല്ല, നമുക്ക് ഞാൻ പറയില്ല, ഉറക്കത്തിൽ നിന്ന് പോലും ഞാൻ എണീപ്പിക്കാറില്ല. അപ്പൊ അത്രത്തോളം ഉറക്കമുണ്ട് ആനോ. അപ്പൊ അങ്ങനെ ഒരാള് ഇപ്പൊ അത് നമ്മളിപ്പോ ഇവരൊക്കെ ഇപ്പോഴേ ചിന്തിക്കുന്നത് ഭയങ്കര കാശ് മുടക്കി ചെയ്യണം എന്നുള്ളതാണ്. ഞാനിപ്പോ നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്കൊരു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രയും കുറച്ച് കാശ് മുടക്കി സ്റ്റാർട്ട് ചെയ്യാമോ അത്രയും കുറച്ച് കാശ് മുടക്കി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ലാഭം കൊണ്ട് വേണം പിന്നെ നമ്മൾ അത് വളർത്തിയെടുക്കാൻ. അപ്പൊ അത് പറ്റൂല്ലെന്ന് എനിക്കൊരു പേടി. നമ്മളെ കയ്യിൽ നമ്മൾ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പൈസ, നമ്മൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഉറക്കം നിന്ന് ഉണ്ടാക്കിയ പൈസ ഒറ്റയടിക്ക് പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് വട്ടാവും. ഞാൻ ക്യാഷ് ചോദിച്ചില്ലല്ലോ. ആശയപരമായ സംഘടനകൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ആരുടെ കയ്യിൽ നിന്നുള്ള കാശാണെങ്കിൽ പോലും നമുക്കിപ്പോ അത് നഷ്ടപ്പെടാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അത് വലിയ കാര്യമാണ്. അത് സത്യമാണ്. എന്റെ ഒരു 4th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള സ്വപ്നമാണ് ബിസിനസ്. പെട്ടെന്ന് കളയാൻ പറഞ്ഞു. ഞാൻ കളയാനെന്ന് പറഞ്ഞാൽ ഇപ്പോഴും പറയണ്ട, ബിസിനസ് തുടങ്ങിക്കോ, പക്ഷെ അത് ചെറുതിൽ നിന്ന് തുടങ്ങി വളർത്തിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലതാണ്. എന്ത് ബിസിനസ് ആഗ്രഹിക്കുന്നത്? എനിക്ക് ഓർണമെന്റ്സ് ഇഷ്ടമാണ്, ഫുഡ് ഇഷ്ടമാണ്, ഡ്രസ്സ്. ഇതിനെ കുറിച്ച് മാത്രമേ എനിക്ക് അറിയാൻ പാടുള്ളൂ. ഇത് നന്നായിട്ട് കുക്ക് ചെയ്യും. ആണോ? സൂപ്പറായിട്ട് കുക്ക് ചെയ്യും. എല്ലാ വെറൈറ്റി അറിയാം. ശരി. അത് നമ്മളിപ്പോ ഒരു ചായ കുടിക്കുമ്പോൾ സാധാരണ ചായയാണ്, ആ ചായ എത്ര വിധത്തിൽ ആൾക്ക് ഉണ്ടാക്കാൻ പറ്റും അതെല്ലാം അവൾ ഉണ്ടാക്കും. ഒരു കട്ട്ലേറ്റ് നമുക്കൊരു സാധാരണ കട്ട്ലേറ്റ് ആണ്, പക്ഷെ ആ കട്ട്ലേറ്റ് അവൾക്ക് അവളുടേതായ ശൈലിയിൽ അവൾ പല ടൈപ്പ് പല വെറൈറ്റിയിൽ ഉണ്ടാക്കും. എല്ലാ ഫുഡും അതെ. എന്റെന്ന് മാത്രമല്ല, അമ്മയും അമ്മാമ്മയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും. അവരുടെ കിട്ടിയത് അതൊക്കെ ആണ്. പക്ഷെ ചേച്ചി അങ്ങനെയൊക്കെ കുക്ക് ചെയ്യാനായിട്ടുള്ള മെനക്കെടാറുണ്ടോ? ഇപ്പോ സമയമില്ല എന്നുള്ളത്. ഉള്ളപ്പോ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട്, സമയമുള്ളപ്പോ കുക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഒന്നിനും സമയമില്ല, ഇപ്പം ഉപ്പുമുളകും കഴിച്ചോണ്ടിരിക്കുക. ചേച്ചി എപ്പോഴെങ്കിലും വിചാരിച്ചു 10 വർഷം കഴിഞ്ഞു ഉപ്പുമുളകും? 9 വർഷം. ഡിസംബർ 14 ആകുമ്പോ 9 വർഷമാകും. ഇത്രയൊക്കെ നീണ്ടുപോകും അല്ലെങ്കിൽ ഇത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റ്കോം ചേച്ചി സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഉണ്ടാവോ ഇല്ലെന്നുള്ളത് ഭഗവാന്റെ കയ്യിൽ ഇരിക്കുന്ന കാര്യമാണ്. ഒരാള് കയറി വരുന്നുണ്ടോ? ഈ ആളെ ഏറ്റവും കൂടുതൽ വഷളാക്കുന്നത് അമ്മയാണോ അമ്മൂമ്മയാണോ? അമ്മൂമ്മയാണോ? ടാവോ നടന്നുകൊണ്ടായിരുന്നു ശ്യാമ ചേച്ചിയോട് ചോദിക്കും.
ഉപ്പും മുളകിന് വേണ്ടിയിട്ട് ചേച്ചി ഒരു ഭയങ്കരമായ ഒരു സാക്രിഫൈസ് എടുത്തിരുന്നു എന്ന് കുറച്ച് മുൻപ് ഞാൻ അറിഞ്ഞിരുന്നു. ആ ഒരു സിറ്റ്കോം വളരെ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ചേച്ചി ഒരു നേർച്ചയൊക്കെ അതാ ഒരുവിധപ്പെട്ട എല്ലായിടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അവിടെ വെജിറ്റേറിയൻ ആകുമ്പോഴേ എല്ലാവരും അതുകൊണ്ട് മിക്കവർക്കും അറിയാത്. അതിപ്പോ 7 വർഷം കണ്ടിന്യൂസ് എടുത്തു. 7 വർഷം കഴിഞ്ഞപ്പോ അവിടെ നിർത്തിയായിരുന്നല്ലോ. ശരിയാ, താൽക്കാലികമായ ഒരു നിർത്തുക. അപ്പൊ ഞാൻ വിടണ്ടെന്ന് വിചാരിച്ചിരുന്ന് ഞങ്ങളൊരു 5-6 മാസം വരെ ഞാനത് നോക്കി. അപ്പോ ഞാനായിട്ട് ഇത് വ്രതം മൂകാംബിയും ഗുരുവായൂരും പോയി വന്ന് വ്രതം അവസാനിപ്പിച്ച് 1 വീക്ക് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തു വീണ്ടും. അതെനിക്ക് തോന്നുന്നത് ചേച്ചി നോൺ വെജിറ്റേറിയനിസത്തിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. ബോഡിയൊക്കെ വല്ലാതായിരുന്നു. നമ്മൾ അങ്ങനെ കഴിച്ച് ശീലിച്ചത് ഉണ്ടാവാം. ഞാൻ ഒരുവിധപ്പെട്ട ഫുഡൊന്നും എനിക്ക് ആഗ്രഹിക്കുന്നതും നമുക്ക് ഹെൽത്തിന് വേണ്ടതുമായ പലപ്പോഴും കിട്ടാറില്ല യാത്രയിലും ഷൂട്ടിങ്ങിലും. അപ്പൊ കിട്ടുന്നത് കൊണ്ട് ഇപ്പൊ ബോഡിക്കൊക്കെ ഭയങ്കരമായിട്ട് കോട്ടങ്ങൾ സംഭവിച്ചു. ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. അമ്മയുടെ ഉപ്പും മുളകും ത്രൂ ഔട്ട് എപ്പിസോഡ് കാണാറുണ്ടോ? സത്യം പറയണം. ആഫ്റ്റർ റിച്ചു ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടേ ഇല്ലേ? 5 വർഷമായിട്ട് കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല. അതെന്താടാ? എനിക്ക് ഓരോ കാണുന്നുണ്ട്. ആണല്ലേ? ഇവൾക്ക് അവനൊരു 100 അല്ല 1000 അല്ല അത്രയും വട്ടം കാണുന്നുണ്ട്. ആണോ? രാവിലെ എണീറ്റ് ജോലി ഉപ്പുമുളക് വെക്കുക. ക്ലാസ്സിൽ പോകണം. ക്ലാസ്സിൽ പോകണം. എന്നാലും വന്ന ഉടനെ ഇത് തന്നെയാണ്. ചേച്ചിനെ ഇവരെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ ചേച്ചി? പൈസയുടെ കാര്യത്തിനൊക്കെ. ഓ, പിശുക്കാണല്ലേ? അല്ല, ഈ സീരിയൽ കണ്ടിട്ട് അമ്മ അത് ചെയ്ത് ശരിയായില്ല, ഇത് ചെയ്ത് ശരിയായില്ല, ഇങ്ങനെയുള്ള സാധനം പറയാറുണ്ടോ? അതൊക്കെ പറയാനുണ്ട്. ഉണ്ട്. കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് തന്നെ ആണോ? ഏറ്റവും കൂടുതൽ അതിനകത്ത് നിങ്ങൾ തമ്മിൽ ഒരു ഗുസ്തി ഉണ്ടായത് ഏതിനായിരിക്കും? തണ്ണീർമത്തൻ ദിനങ്ങളില് എനിക്ക് എത്ര അമ്മയുടെ ഭാഗം പോരെന്ന് തോന്നി, അത് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ മൈ ബോസിന്റെ പറഞ്ഞു. ഇതിനകത്ത് ഞാൻ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ആണ്. അപ്പൊ അമ്മയുടെ ന്യായീകരണം എന്തായിരുന്നു? അത് അങ്ങനെ അവരങ്ങനെ പറഞ്ഞത് അങ്ങനെ ആ സമയത്ത് എന്താണ് ആ സമയത്ത് നമ്മള് നല്ലത് പറഞ്ഞ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ നല്ലത് പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, മോശം ഓരോരുത്തരുടെ ആംഗിളിലാണ് ഓരോന്ന് നല്ലതാണോ ചോദിച്ചത്. അപ്പൊ അവളുടെ ആംഗിളിലത് അപ്പൊ ഞാൻ പറഞ്ഞു ചിലര് നല്ലത് പറഞ്ഞു. എല്ലാരും നല്ലത് തന്നെ പറഞ്ഞു. വീട്ടിൽ നിന്ന് കുറ്റം പറഞ്ഞെങ്കിലും നല്ലതാ പറഞ്ഞത്. കുറ്റമല്ല, ഞാൻ പറഞ്ഞ അത്രയും വോയിസ് റേസ് ചെയ്ത് പറയണ്ടായിരുന്നു. കുറച്ച് ചില ഭാഗങ്ങളിലെ അതൊക്കെ പറഞ്ഞുതരും. വഴക്ക് പറയുന്നതൊക്കെ അതൊക്കെ ശ്രദ്ധിക്കും. ആ കൊച്ചിനെ വഴക്ക് പറയുന്നത് എന്തോ അതൊക്കെ ഞാൻ കുറച്ച് എനിക്ക് മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയും. ആണ്. ഇപ്പൊ ചേച്ചിയുടെ ഇളയ മോളും അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചേച്ചി അവളോട് അഭിപ്രായങ്ങൾ പറയാറുണ്ടോ? ഇല്ല, ഞാൻ അവളോട് ആകെ 1-2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ലൊക്കേഷൻ എന്ന് പറഞ്ഞ പല ടൈപ്പ് ആൾക്കാർ വരണം അല്ലെ, പല കുടുംബങ്ങളിൽ നിന്ന് പല കാറ്റഗറിയിലുള്ള ആളുകൾ വരണം. എല്ലാവരും ഒരേപോലെ കാണാൻ ശ്രമിക്കുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആണ്. ഇളയ മോള് കുറച്ച് ഹൈപ്പർ ആണോ മൂത്ത മോളെ അപേക്ഷിച്ച്? അതോ? എനിക്ക് വീഡിയോയിലൊക്കെ കണ്ടപ്പോ അങ്ങനെ തോന്നിയത്. ഇല്ല, ഇവള് കുറച്ചും കൂടെ ശരിയാണ്. ചിഞ്ചു കുറച്ച് ഒതുങ്ങിയ ടൈപ്പാണ്. മറ്റേത് കുറച്ച് അഷ്പുഷാണ്. അത്രേ ഉള്ളൂ. ആണല്ലേ? എന്റെ കൊച്ചില്ലേ, അത് ഇച്ചിരി വലുതായി എങ്ങനെ ഉണ്ടോ അതാണ്. അതല്ലേ? ആണ്. അല്ലെ, എപ്പോഴെങ്കിലും ചേച്ചിയുടെ ഉള്ളിൽ തന്നെ ഇനി ഇവർക്ക് പ്രശ്നം വരുന്നുണ്ടോ? ഈ ഉപ്പും മുളകിലെ മക്കളെല്ലാവരും ആ ഒരു കുടുംബം ആവുന്നു, ഇവർക്ക് എന്നോട് ഒരു ഇഷ്ടം കുറയുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് എപ്പോഴെങ്കിലും ചേച്ചിയുടെ മനസ്സിലൂടെ? ചിന്തിക്കണേ ഇല്ല. അങ്ങനെ അത്രയും ബുദ്ധി ഇവര് പറയണ സ്ഥിരം പറയണ അമ്മയ്ക്ക് ബുദ്ധിയില്ല, അമ്മയ്ക്ക് ബുദ്ധി ഉണ്ടാവോ? കഴിഞ്ഞ ദിവസം ഇവിടെ എന്താ പറയണ്ട, കാർ എടുത്തിട്ട് ആരെങ്കിലും പോയാലോ അമ്മ ആണോ അയ്യോ കൊണ്ടുപോയല്ലേ അത് പോട്ടെ. അമ്മയ്ക്ക് ബുദ്ധിയില്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഒരു വീട് വാങ്ങിച്ച് ഇത്ര ഒരു ലോണും ഇല്ലാതെ നിങ്ങളെയൊക്കെ മാനേജ് ചെയ്യുമോ? ഞാൻ പറയാറുണ്ട് അത് ഞാൻ പറയാറുണ്ട്. ഞാൻ എപ്പോഴും പറയാത് എനിക്ക് ബുദ്ധിയില്ലായിട്ടാണോ ഞാൻ നിങ്ങളെ ഇത്രയും സേഫ് ആക്കി വളർത്തി ഇവിടെ വെച്ച് ഇത്രയും അല്ല നിങ്ങൾ സേഫിലാണ് ജീവിക്കണം. അതാണ് ഏറ്റവും വലിയ ജീവിക്കുക എന്നുള്ളത്. നമ്മൾ എങ്ങനെ സേഫ് ആയിട്ട് ജീവിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ എന്തായാലും സക്സസ് ആണ് ഇതുവരെ. ഇനി എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും അപ്പൊ എനിക്ക് ബുദ്ധി ഉണ്ടായിട്ടല്ലേ അമ്മ? അത് മാത്രല്ല ബുദ്ധി എന്ന് പറഞ്ഞാൽ കുറെ പ്രായോഗിക ബുദ്ധി. അപ്പൊ ആരെങ്കിലും അമ്മനെ ഡബിൾ മീനിങ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂല. ആണല്ലേ? അതെനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിന് ഈ ജനറേഷൻ എന്ത് ഈ വേറെ മീനിങ്ങിന് എന്ത് പറഞ്ഞാലും എനിക്ക് കത്താൻ ഇച്ചിരി അപ്പം ആണല്ലേ അങ്ങനെ ഇരിക്കും. നിഷ ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു അമ്മൂമ്മയായിട്ട് ഫീൽ ചെയ്യുന്നില്ല, നമുക്ക് അങ്ങ് അംഗീകരിക്കാനും പറ്റുന്നില്ല അല്ലേ? ഞാനിങ്ങ് വന്ന് കയറുമ്പോഴാണെങ്കിൽ ഒരു സ്ലീവ്ലെസ് ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യമായിട്ട് ആദ്യമായിട്ട് കാണുന്നത് സ്ലീവ്ലെസ് ഉടുപ്പ്. നിങ്ങൾ പോലും കണ്ടിട്ടില്ലേ? സ്ലീവ്ലെസ് ഇടണല്ല അത്
അതിന് സ്ട്രഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾ വന്ന് കയറുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ അത് ഊരിട്ടിട്ട് കുക്ക് ചെയ്യാൻ കയറി. കുക്ക് ചെയ്യാൻ കയറി ഞാൻ എനിക്ക് വിശന്നിട്ട് രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. 4 മണിയായപ്പോഴാണ് ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കണേ. അപ്പൊ എനിക്ക് ഇതൊക്കെ ഊരിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിക്കാന്നുള്ള എപ്പോഴാണ് ഞാൻ ബെല്ലടിക്കണം വന്ന് നോക്കില്ലേ. അപ്പൊ ചിഞ്ചു അപ്പോഴാണ് എന്നെ അങ്ങനെ കണ്ടത്. ഒരു ലൈഫിൽ ഇതുവരെ എന്നെ അങ്ങനെ സ്ലീവ്ലെസ് കണ്ടിട്ടില്ല. പക്ഷെ അമ്മേനെ കുറച്ച് മോഡേൺ ആയിട്ടൊക്കെ കൊണ്ടുപോകുന്നൂടെ അങ്ങനെ ഒരു സ്ലീവ്ലെസ് ഒക്കെ ഇട്ട്? ചിന്നു അവള് പറഞ്ഞു കൊടുക്കും അങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും മുടി ഇങ്ങനെ ഇട്ട്. പക്ഷെ അമ്മ വേറൊരു ടൈപ്പാണ്. അതെന്താ ചേച്ചി അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും ഇല്ലേ? ഇല്ല, എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. ആണോ? ജിമ്മിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടോ? ജിമ്മിൽ പോയി തുടങ്ങി. ഞാൻ ഇവരുടെ അടുത്ത് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു പണ്ടേ ഞാൻ കണ്ടീഷൻ വെച്ചിരുന്നത് എന്റെ 50 കഴിഞ്ഞാൽ 50 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങും. ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങും. എനിക്ക് എന്തൊക്കെ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചെയ്തു തുടങ്ങും. 50 വരെ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. 50 തൊട്ട് എനിക്കുള്ള ലൈഫാണ്. എനിക്ക് എന്തൊക്കെ ഇഷ്ടങ്ങളുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യും. നോ പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ സത്യത്തിൽ എന്തിനെങ്കിലും അമ്മ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് മക്കൾ നോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ പൊതുവെ നോ പറയാറില്ല. നോ പറയേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ചേച്ചിയെ സ്വന്തമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലായി? 1 മാസമായിട്ടുള്ളൂ. അതാണല്ലേ അതെനിക്ക് കത്തിയില്ല സത്യമായിട്ട്. അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോ ചേച്ചിക്ക് ഭയങ്കര ഒരു എന്തെന്നില്ലാത്ത ഒരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്? എനിക്കിപ്പോ ഞാനില്ലേ ലൈഫ് എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ ഹറിബറി ലൈഫിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ്. അത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെ ചെല്ലുക, വർക്കൗട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ആ കുട്ടികളോട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക, അതൊരു രസമാണ്. അപ്പൊ എനിക്കത് ഇപ്പൊ കൊതിയാണ് എങ്ങനെയും ഷൂട്ട് ചെയ്യേണ്ട അവിടെ എത്തിയാൽ മതി. എനിക്കിഷ്ടമാണ്. ഞാൻ പണ്ടേ ഈ സ്പോർട്സ് ഡാൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഇതിൽ ജീവിച്ചതുകൊണ്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. അവിടെ മടുപ്പില്ല. എത്ര വർക്കൗട്ട് ചെയ്യാൻ ഞാൻ ഇനി ചെയ്യാന്ന് പറഞ്ഞിരിക്കും. അമ്മന് വഴക്കുറയുന്ന വേറൊരു കാര്യമുണ്ട്. അമ്മ അധികം സംസാരിക്കില്ല. ഈ ഞങ്ങൾക്കറിയുന്ന നിശ്ചയിച്ച അല്ലാത്ത മറ്റൊരു നിശ്ചയിച്ചുണ്ടോ? വീട്ടില് സംസാരിക്കണ ഞാൻ സംസാരിക്കില്ല. അത് ശരി. സംസാരിക്കില്ല, ടി വി അധികം കാണില്ല, അങ്ങനെയൊക്കെ. പ്രാർത്ഥനയാണ് കൂടുതൽ. ഒരു സ്പിരിച്വൽ ലൈനിലേക്ക് മാറാനുള്ള പരിപാടി വണ്ടേ അങ്ങനെയാണ്. മാറാനല്ല, വണ്ടേ അങ്ങനെ തന്നെയാണ്. ഇവർ കാണുമ്പോ തൊട്ടേ ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ഒരു എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിച്ചോണ്ട് അങ്ങനെ ഇരിക്കണോണ്ട് ടിവിയുടെ മുമ്പിൽ പോയി ഇരിക്കാൻ തോന്നൂല. പിന്നെ വർക്ക് വെറുതെ ഇരുന്നാലും എപ്പോഴും വീട് വൃത്തിയാക്കല് അത് ഇതൊക്കെയാണ്. ഇപ്പൊ ഞാൻ ഇല്ലാത്തതിൻ്റെതായ വീടിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. പിന്നെ സത്യം പരിഹരിച്ചു. അപ്പൊ പിന്നെ ടിവിയുടെ മുമ്പിൽ ഇരിക്കാൻ അങ്ങനെ അത്ര ക്ഷമയില്ല. ഇരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരുന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ടിവി ഓൺ ആവട്ടെ അങ്ങനെ ആയിരിക്കും. അങ്ങനെയല്ല, രാവിലെ ബെഡിൽ നിന്ന് എണീറ്റാ കിടക്കണത് രാത്രി 12 മണി വരെ അങ്ങനെ നടക്കും. അത്രയും നേരം ജോലിയും ചെയ്ത് പ്രാർത്ഥിച്ചും അതിനിടക്ക് ഫുഡ് കഴിച്ചല്ലെങ്കിൽ ഇല്ല. അങ്ങനെ നടക്കും. അതൊരു രസമാണ്. വല്ലപ്പോഴും വീട്ടിൽ നിൽക്കുമ്പോൾ അതൊരു രസമാണ്. പിന്നെ മഴ വന്നാൽ മഴയത്ത് നനയുക. അങ്ങനെയൊക്കെ ഉണ്ടോ? അതിനുവേണ്ടി അമ്മ വീട് വെച്ചു. അല്ലെങ്കിൽ സാധാരണ നമുക്കൊരു ഫ്ലാറ്റ് ഒക്കെ നോക്കൂലേ, നമുക്ക് ഫ്ലാറ്റ് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് മഴ നനയണം, അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് വീട് വേണം. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഇവിടെ പാടം വേണം, പറമ്പ് വന്നപ്പോ ഒറ്റ വീടില്ല, ഞങ്ങളുടെ വീടായിരുന്നു. ഈ വീട് ഞാൻ വെക്കുമ്പോ ഇവിടെ ഒരു വീടില്ലായിരുന്നു. എന്നുവെച്ചാൽ നല്ല രസമല്ലോ, മഴ നനയുമ്പോൾ ആരും കാണൂല. എനിക്കിഷ്ടമാണ് മഴയത്ത് ഇങ്ങനെ ചാടി ഇറങ്ങി പുറത്തിറങ്ങി മഴ നനഞ്ഞ് ഇവിടെ വന്ന് ഇരിക്കണം. മഴ വരുമ്പോ ഞാൻ ഇവിടെ വന്ന് കയറിയിരിക്കും കസേരയൊക്കെ ഇട്ടിട്ട്. എന്ത് ഭംഗിയാന്നറിയാമോ? ഞാനിങ്ങനെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കടന്നു കയറാമെന്ന് വിചാരിക്കരുത്. പക്ഷെ നമുക്ക് ഈ പെമ്മക്കളും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ വരില്ലേ? ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു കൂട്ട് വേണം, അതുകൊണ്ട് അമ്മ വേറെ കല്യാണം കഴിക്കണം, ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴെങ്കിലും മക്കൾ അമ്മയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ചിന്നു പറയും അവള് കല്യാണം കഴിച്ച് പോകുന്നില്ല, അവൾ അമ്മ നോക്കിക്കോളാം. അത് ശരി. അങ്ങനെ പറയുമ്പോ അമ്മ സമ്മതിക്കോ? അവള് കല്യാണം കഴിക്കൂല എന്ന് പറയും. കല്യാണം കഴിക്കണമെന്നേ ഞാൻ പറയാറുള്ളൂ. ആണ്. പക്ഷെ ഇവര് പറഞ്ഞെന്ന് വെച്ചിട്ട് ഇവരെ അനുസരിക്കാനൊന്നും ഞാൻ ചെയ്യാറില്ല. അവരെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. അല്ലേ? അപ്പൊ ചേച്ചിക്ക് ഉള്ളിനുള്ളിൽ അങ്ങനെ ഒരു ആരെങ്കിലും ഒരാൾ കൂടെ ലൈഫിലേക്ക് വേണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ തോന്നി തുടങ്ങുന്നുണ്ട്. അത് കാരണമുണ്ട്. ഈ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവര് നമ്മുടെ ഒരു കാറ്റഗറി അല്ല. നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. തീർച്ചയായിട്ടും. നമ്മൾ ചിന്തിക്കുന്നത് അവരോട് പറഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മളെ കേൾക്കാനും നമുക്ക് പറയാനും ഒരാൾ വേണം നമുക്ക് തോന്നി തുടങ്ങും. ഇല്ലേ? നമ്മൾ ചിലപ്പോൾ വെറുതെ ഇരുന്ന് കരയാൻ തുടങ്ങും ആ ടൈമില്. അത് ശരി ചേച്ചി, മക്കള് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം നമ്മുടെ മക്കളൊക്കെ വേറെ ജനറേഷൻ അല്ലേ. അവരെ പറയും. ഇപ്പൊ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഓടി നടക്കുന്ന ഇത്രയും തിരക്കോടെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ
എൻ്റെ ഇടവേളകളിൽ എനിക്ക് ഷെയർ ചെയ്യാൻ എനിക്കെപ്പോഴും നല്ലൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആവശ്യമാണ്. അതില്ലാതെ വരുമ്പോൾ നമ്മൾ ഞാൻ വീട്ടിലാണ് ആകെ വരണത്, വേറെ എവിടെയും പോണില്ലല്ലോ. വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ നമുക്ക് ശരിയാ, നമ്മുടെ മൈൻഡ് മാറിപ്പോ. ഞാൻ പറഞ്ഞല്ലോ 50 വയസ്സ് കഴിയുമ്പോൾ എനിക്ക് എന്നെ ഹാപ്പി ആക്കി നിർത്തിയാൽ മാത്രമേ എൻ്റെ ഹെൽത്തിനെ എനിക്ക് നാളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ എന്നെ നോക്കണം. ചിഞ്ചുനോട് ഞാൻ വളരെ വിചിത്രമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. അമ്മേനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ ചിഞ്ചു എന്തായിരിക്കും നോക്കുക ആ ആളെ കുറിച്ച്? അമ്മേനെ സ്നേഹിക്കുന്ന, അമ്മേനെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അമ്മയുടെ പണത്തിനെ സ്നേഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫെയിമിനെ സ്നേഹിച്ചുകൊണ്ടോ തന്നെ ആളല്ല. അതാണെങ്കിൽ റിജക്ട് ചെയ്യും, ചിലപ്പോൾ വഴക്കിടും. അതല്ലാണ്ട് അങ്ങനെ ഒരു റിയൽ ആയിട്ട് ഒരാൾ വന്ന് അക്സെപ്റ്റ് ചെയ്യാം. അമ്മേനെ നോക്കണം. അത് ശരിയാ. അമ്മയ്ക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ അറിയില്ല. അങ്ങനെ മണ്ടത്തരം ചെയ്യരുതെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞോളൂ. അതിപ്പോ ഞാനാണെങ്കിലും അനിയത്തിയാണെങ്കിലും ആ ഒരു കണ്ടീഷൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. അവര് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി പക്വതക്കുറവുണ്ടെന്നാണ് ഇവരെപ്പോഴും പറയുന്നത്. പക്ഷെ എനിക്ക് പക്വത ഉണ്ടോ അതറിയില്ല. പക്ഷെ എനിക്ക് ഞാൻ പെട്ടെന്നേ സെന്റിമെന്റൽ ആവും. ഞാൻ ഒരാളെന്തെങ്കിലും വന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അത് വിശ്വസിക്കും. അയ്യോ എനിക്ക് പാവം തോന്നും. അപ്പൊ അതുകൊണ്ട് ഇവരത് ആരെങ്കിലും യൂസ് ചെയ്യും എന്നുള്ള പേടിയാണ്. അങ്ങനെയല്ല, ഇപ്പം വേറെ ഏത് മനുഷ്യർ വന്നാലും അമ്മ അയാളെ ശരിക്കും ഒബ്സർവ് ചെയ്യും. പക്ഷെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങള് അങ്ങനെയുള്ള അടുപ്പമുള്ള ആൾക്കാരൊക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ എന്ത് കള്ളത്തരം കണ്ടാലും കണ്ടുപിടിക്കില്ല. അതിന് കാരണം അത് ഇവരോട് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളത്. എനിക്കിഷ്ടമുള്ളവര് എന്നെ പറ്റിക്കാണെന്ന് എനിക്ക് മനസ്സിലായാലും ഞാൻ കണ്ണടയ്ക്കും. കാരണം എനിക്ക് അവരിഷ്ടമാണല്ലോ. അപ്പൊ അവരെന്ത് കാണിച്ചാൽ അത് അവരുടെ സന്തോഷത്തിനല്ലേ. അപ്പൊ അത് ഞാൻ കാണാതിരിക്കുന്നതായിട്ടായിരിക്കാനാണ് താല്പര്യം. ശരി. അപ്പൊ ചേച്ചി, നമുക്ക് സ്വാഭാവികമായിട്ട് ഭയങ്കര വേദന ഉണ്ടാവില്ലേ അവര് നമ്മളെ പറ്റിക്കുകയാണല്ലോ നമുക്ക് അറിയുന്നത്? പൈസയുടെ കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളെപ്പോഴും പണം ഉപയോഗിക്കണം എന്നുള്ളതാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടവർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. ശരിയാ. അപ്പൊ അവിടെ നമ്മൾ വേദനിച്ചിട്ട് ആവശ്യമില്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരാളല്ലേ അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതെനിക്ക് വേദനിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ വേറൊരാളെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് സഹായിച്ചതല്ലേ, അതെനിക്കൊരു സന്തോഷമാണ്. അപ്പൊ സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരിക്കലും സങ്കടം, ആര് കൊണ്ടുപോയാലും എനിക്ക് സങ്കടം പറയാറില്ല. ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇവര് കൊടുക്കുന്നത് എത്രയും എനിക്ക് സന്തോഷമാണ്, അത്രയും സന്തോഷമാണ്. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അമ്മേനെ പറ്റിച്ചാൽ നമുക്ക് ദേഷ്യം വരും. എന്നെ അറിഞ്ഞു കൊടുക്കുന്നത് വേറെ, പറ്റിച്ചാ വേറെ. പക്ഷെ ചേച്ചിക്ക് അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പറ്റിക്കപ്പെട്ട അവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പറ്റിക്കാൻ ഒരു അവസരം ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. ഇല്ല അല്ലേ? ഞാൻ കൊടുത്താൽ തന്നെ ഞാൻ പറയും ഇവരെടുത്ത് അത് തിരിച്ചു കിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കണ്ട, കൊണ്ടുപോയിക്കോട്ടെ, അങ്ങനെ പറയാറുണ്ട്. ആണോ? ഇതൊക്കെ എങ്ങനെ സഹിക്കും? ഇപ്പൊ എന്റെ വീട്ടിലാണ് എന്റെ അമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞു, അത് എന്തിനാ പിന്നെ അമ്മ അത് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുറകെ നടക്കും. അല്ല, ഇവർക്കറിയാം ഞാൻ അങ്ങനെ കൊടുക്കുമെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ പറയും ഇത് നിങ്ങളൊന്നും വിചാരിക്കട്ടെ, അത് തിരിച്ചു കിട്ടില്ല, പക്ഷെ അവരത് എടുത്തോട്ടെ, അവരെ കൊണ്ട് പറ്റില്ല അത് കൊടുക്കാൻ. അവർക്ക് പറ്റുന്നതാണ്. എന്നിട്ട് അവര് തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പുറകെ കിടന്നത് മേടിക്കുകയും ചെയ്യും. വിട്ടുകൊടുത്ത കേസുകളുണ്ട്. ആണോ? പറ്റിച്ച് വാങ്ങിച്ചിട്ട് തരാഞ്ഞിട്ട് ആൾക്കാര് തരണ്ട എന്നുള്ള രീതിയിൽ നിന്നിട്ട് പിന്നെ കൊടുക്കില്ല. സ്വാഭാവികം. അപ്പൊ ഇതൊക്കെ പറ്റും, അത് സ്വാഭാവികം. അത് പക്ഷെ വലിയ എമൗണ്ട് ഒന്നും ആയിരിക്കില്ല, ചെറിയ എമൗണ്ട് ഒക്കെ. വലിയ എമൗണ്ട് ഒന്നും അങ്ങനെ വിട്ട് കളിക്കുകയില്ല. India's #1 language academy, Needus Academy. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം.